നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രാവേളയിൽ പ്രധാനപ്പെട്ട രേഖകളും വിലപ്പെട്ട വസ്തുക്കളും മറ്റും അബദ്ധവശാൽ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാറുണ്ട്. ഇത് തിരികെ കിട്ടാത്തതിനാൽ നമ്മൾ വളരെയേറെ നിരാശപ്പെടാറുമുണ്ട്. ഇത് കിട്ടാനായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കയറിയിറങ്ങുന്നവരും ചെറുതല്ല. എന്നാൽ ഇതിലൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങൾ ഷാർജയിലാണ് താമസിക്കുന്നതെങ്കിൽ ധൈര്യമായിരിക്കൂ. ഇനി നഷ്ടപ്പെട്ട സാധനങ്ങൾ ഷാർജ പോലീസ് കണ്ടെത്തി നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കും. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഷാർജ പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി പ്രകാരമാണ് ഇങ്ങനെ ഒരു അപൂർവ സൗകര്യം നിങ്ങൾക്ക് ലഭിക്കുക. ഇത്തരത്തിൽ എമിറേറ്റിലുള്ളവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തി വീട്ടുപടിക്കൽ എത്തിക്കാനാണ് പോലീസ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. സേവനത്തിന്റെ ആദ്യഘട്ടം ഇപ്പോൾ തന്നെ ആരംഭിച്ചതായി ഡയറക്ടർ കേണൽ യൂസഫ് ബിൻ ഹർമൌൾ അറിയിച്ചു. ഇതുവരെയുള്ള കേസുകളിൽ 97% വിജയകരമായി പൂർത്തിയാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഒസോൾ സ്മാർട്ട് ആപ്ലിക്കേഷൻ കമ്പനിയുമായി സഹകരിച്ച് കഴിഞ്ഞ ജൂണിലാണ് പദ്ധതി ആരംഭിച്ചത്. നൽകുന്ന സേവനങ്ങളിൽ ഉപഭോക്താക്കളുടെ സന്തോഷം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ ഒരു അപൂർവ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അതേസമയം ദുബായിക്കും അബുദാബിക്കും പിന്നാലെ ഷാർജയും പ്ലാസ്റ്റിക് നിരോധനത്തിലേക്ക് നീങ്ങുകയാണ്. ഷാർജയിൽ ഒക്ടോബർ 1 മുതൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് ഉപഭോക്താക്കളിൽ നിന്ന് 25 ഫിൽസ് വീതം ഈടാക്കുമെന്നാണ് നിർദ്ദേശം. 2024 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൂർണ്ണമായി നിരോധിക്കുന്നതിന് മുന്നോടിയായാണ് പുതിയ പരിഷ്കരണം. ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഉപഭോക്താക്കളെ ബോധവത്കരിക്കാനും ഉപയോഗം ഗണ്യമായി കുറച്ചുകൊണ്ടുവരാനും നടപടി സ്വീകരിക്കും. നിരോധനം പൂർണ്ണമായി നടപ്പാക്കുന്നതോടെ ഒന്നിലധികം തവണ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രകൃതി സൗഹൃദ ബദൽ ഉൽപ്പന്നങ്ങളിലേക്ക് സ്ഥാപനങ്ങൾ മാറേണ്ടി വരും. പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണത്തിൽ നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നിലധികം തവണ ഉപയോഗിക്കാവുന്ന ക്യാരി ബാഗുകൾക്ക് മുനിസിപ്പൽ അഫയേഴ്സ് വിഭാഗം നിഷ്കർഷിക്കുന്ന ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിതരണവും ഇറക്കുമതിയും ഈ ഉത്തരവിന്റെ പരിധിയിൽപ്പെടും. ജൂലൈ 1 മുതൽ ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ക്യാരി ബാഗുകൾക്ക് 25 ഫിൽസ് ഈടാക്കാൻ തീരുമാനിച്ചിരുന്നു. റീറ്റെയിൽ, ടെക്സ്റ്റൈൽ, ഇലക്ട്രോണിക് സ്റ്റോറുകൾ, റെസ്റ്റോറന്റുകൾ, ഫാർമസികൾ എന്നിവിടങ്ങളിലെ കൗണ്ടറുകളിൽ ഉപയോഗിക്കുന്ന ബാഗുകൾക്കാണ് 25 ഫിൽസ് ഈടാക്കുന്നത്.